നമസ്കാരം. സ്വേച്ഛാധിപതികൾ എല്ലാ രാജ്യത്തും ഉണ്ടാക്കുന്നത് നിരവധി പ്രശ്നങ്ങളാണ്. അവർ എപ്പോഴും അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാനും അധികാരം നിലനിർത്താനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരായി മാറുന്നതാണ് നമ്മൾ ലോകചരിത്രത്തിൽ എല്ലാ രാജ്യങ്ങളിലും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ചർച്ചയാകുന്നത് ഒരു രാജ്യത്തെ ഏകാധിപതി എങ്ങനെ അവിടെ ക്രമസമാധാനം തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. എൽ സാൽവഡോറിലാണ് ഇപ്പോൾ ഈ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും അധികം അതിക്രമങ്ങളും കൊലപാതകങ്ങളും നടക്കുന്ന രാജ്യമായിരുന്നു എൽ സാൽവഡോർ. അങ്ങോട്ട് പോകാൻ പോലും ആളുകൾ ഭയപ്പെട്ടിരുന്നു. 2015 പോലും ആയിരങ്ങൾ ഇവിടെ ഓരോ വർഷവും കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടുത്തെ കൊലപാതക നിരക്ക് 114 കുറഞ്ഞിരിക്കുന്നു. ഇതിനെല്ലാം കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് പോകുമ്പോഴാണ് അവിടുത്തെ സ്വേച്ഛാധിപതിയായ ആ ഭരണാധികാരി നടപ്പിലാക്കിയ വമ്പൻ പരിഷ്കാരങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നത്. നൈബ് ബുക്കലെ എന്നാണ് അവിടുത്തെ സ്വേച്ഛാധിപതിയുടെ പേര്. ഇദ്ദേഹം അധികാരത്തിലെത്തിയതിന് തൊട്ട് പിന്നാലെ ചെയ്തത് ഈ അധോലോകത്തെ ഒതുക്കിയല്ലാതെ അവിടെ ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം നന്നായി അറിയാമായിരുന്നു. ഏതാണ്ട് 65 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള രാജ്യമാണ് എൽ സാൽവഡോർ. തുടർന്ന് അദ്ദേഹം ചെയ്തത് ഈ അധോലോക സംഘങ്ങളെല്ലാം തന്നെ ഓടിച്ചിട്ട് പിടികൂടി ജയിലിലടയ്ക്കുക എന്നുള്ളതായിരുന്നു. ഇതിനായി അദ്ദേഹം വളരെ വിദൂരമായൊരു സ്ഥലത്ത് ഒരു ജയിൽ പണിതു. ഈ ജയിലാകട്ടെ അങ്ങേയറ്റം കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളുള്ള ഒരു ജയിലാണ്. ഇവിടെ എത്തുന്ന തടവുകാർ ജീവിതത്തിൽ ഒരിക്കലും അവർ നേരിട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഭീകരമായ അവസ്ഥയാണ് നേരിടുന്നത്. ഒരു സെല്ലിനകത്ത് ഏതാണ്ട് 100ഓളം പേരെ അടച്ചിടും. ഇവരിൽ പലരെയും ചങ്ങലയ്ക്കിടും. ഇതുകൂടാതെ ഇവർക്ക് ഒരു കാരണവശാലും സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ കഴിയുകയില്ല. പുറം ലോകവുമായി ബന്ധപ്പെടാൻ യാതൊരു വഴിയുമില്ല. നമുക്ക് തന്നെ ഊഹിക്കുക ഏതാണ്ട് 100ഓളം പേർ ഒരു സെല്ലിനുള്ളിൽ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവസ്ഥ എന്നുള്ളത്. അതുപോലെ ഇവർക്ക് തലയണയോ മെത്തയോ ഫാനോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. കോൺക്രീറ്റ് സ്ലാബുകൾ വേണം ഇവർ കിടന്നുറങ്ങാൻ. അത് ഒരു സ്ലാബിൽ പലരാണ് ഒരുമിച്ച് കിടന്ന് ഉറങ്ങേണ്ടത്. അധോലോക രാജാക്കന്മാരായി കോടിക്കണക്കിന് രൂപ കൈവശമുണ്ടായിരുന്ന പലരും ജീവിതം ആസ്വദിച്ചിരുന്നത് ജയിലിന് പുറത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ പലരും നക്ഷത്രം എണ്ണുകയാണ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ യാതൊരു വഴിയും കാണുന്നതുമില്ല. കുറ്റവാളികളെ ഇത്തരത്തിൽ കർശനമായി അടിച്ചമർത്തിയാൽ മാത്രമേ രാജ്യത്ത് ക്രമസമാധാനം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് ഏതായാലും ബുക്കാലെ മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹം തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ സ്വേച്ഛാധിപതി ഞാനാണ് എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും എൽ സാൽവഡോറിലെ ഈ പ്രസിഡന്റിൻ്റെ നടപടികൾ ഏറെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ബുക്കാലെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയാകാൻ ക്ഷണിക്കുകയും ചെയ്തിരിക്കുകയാണ്. ബുക്കാലെ ഇത് മാത്രമല്ല കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ. മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക. നമ്മുടെ നാട്ടിൽ നിത്യസംഭവമാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച ആളുകളെ വണ്ടി ഇടിച്ച് കൊല്ലുന്നത്. അവിടെ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ പോലീസ് പിടികൂടി കഴിഞ്ഞതിന് ശേഷം ഇവരുടെ മദ്യത്തിൻ്റെ അളവ് പരിശോധിച്ച് മദ്യത്തിൻ്റെ അളവിനനുസരിച്ചാണ് ശിക്ഷ. 5 വർഷം 6 മാസം മുതൽ 5 വർഷവും 10 വർഷം വരെ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ ഇവിടെ ശിക്ഷ ലഭിക്കും. മാത്രവുമല്ല ജയിലിലായിക്കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള ഈ ജയിലിലായിരിക്കും കൊണ്ടുപോകുന്നത്. ഒരു കാരണവശാലും അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അതിഭീകരമായ അന്തരീക്ഷത്തിൽ ഉള്ള ഈ ജയിലിൽ കഴിയുന്ന ഒരു മനുഷ്യനും പിന്നീട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. 1980കളിൽ കാലിഫോർണിയയിൽ നിന്ന് ഇവിടെ എത്തിയ ചില അധോലോക സംഘങ്ങളാണ് നേരത്തെ ഇവിടുത്തെ ഭരണം പോലും നിയന്ത്രിച്ചിരുന്നത്. പോലീസിനെയും പട്ടാളത്തിനെയും എല്ലാം അവർ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഈ അധോലോക നായന്മാരെ കുറേ പേരെ കൊല്ലുകയും മറ്റു ഉള്ളവരെ എല്ലാം ജയിലിലടയ്ക്കുകയും ചെയ്തതോടുകൂടി ഇപ്പോൾ അവിടെ വളരെ സമാധാനപരമായിട്ടാണ് ആളുകൾ ജീവിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ബ്രിട്ടനിലോ ഫ്രാൻസിലോ പോകുന്നതിനേക്കാൾ സുരക്ഷിതമായി ഇപ്പോൾ എൽ സാൽവഡോറിൽ പോകാം എന്നാണ് അമേരിക്കൻ അധികൃതർ തന്നെ അവരുടെ നാട്ടുകാരോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ വർഷം നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ബുക്കാലെ വീണ്ടും പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം ജയിച്ചതിനെക്കുറിച്ചൊക്കെ തന്നെ തട്ടിപ്പാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ ജനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഭരണാധികാരിയെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം പതിറ്റാണ്ടുകളായി അവർ അനുഭവിച്ചിരുന്ന ദുരിതത്തിന് ഇതോടുകൂടി ഒരു അറുതിയായിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. കാരണം ഈ അധോലോക സംഘങ്ങൾ എല്ലാവരും തട്ടിക്കൊണ്ടു പോവുകയും അവരിൽ നിന്ന് പണം ഈടാക്കുകയും പണം ഈടാക്കി കഴിഞ്ഞാൽ പോലും പിന്നെ കൊണ്ടുപോകുന്ന ഇരകളെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന അതിക്രൂരമായ ചില രീതികളാണ് അവിടെ നിലവിൽ. ഈ അധോലോക സംഘങ്ങൾ പലരെയും തട്ടിക്കൊണ്ട് പോവുകയും വലിയ തോതിലുള്ള പണം അവരുടെ വീട്ടുകാരിൽ നിന്ന് വാങ്ങുകയും അതുപോലെ പലരിൽ നിന്നും പണം കിട്ടിയിട്ട് പോലും ഇരകളെ കൊല്ലുന്ന സംഭവങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ബുക്കാലെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഭരിക്കണമെന്നാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ അധോലോകത്തെ അടിച്ചമർത്തിയല്ലാതെ എൽ സാൽവഡോറിൽ ആർക്കും അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാരണം.